വയനാട്ടിലെ പുനരധിവാസം സംബന്ധിച്ച് സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു. ധനസഹായം അനുവദിക്കാതെ കേന്ദ്രം കേരളത്തെ ഒറ്റപ്പെടുത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു. മനുഷ്യരാണ് എന്ന സമീപനം തന്നെയാണ് തുടക്കം മുതൽ ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് സ്വീകരിച്ചിട്ടുള്ളത്. ദുരന്തബാധിതരെ ചേർത്തുപിടിച്ച് പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന സമീപനമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. രാഷ്ട്രീയ ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാണ് സമാനതകളില്ലാത്ത ഈ ദുരന്ത പ്രവർത്തനത്തിൽ നമ്മുടെ രാജ്യത്തിന് മാതൃകയായത്. അന്ന് രാവിലെ 4 മണിക്ക് KSTM ഇരിക്കുമ്പോൾ ആദ്യം പുറത്തു നിന്ന് ബഹുമാനപ്പെട്ട കളക്ടർ കഴിഞ്ഞതിന് ശേഷം MLA കഴിഞ്ഞതിന് ശേഷം ആദ്യം വിളിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപന പരിപാടികൾക്ക് നേതൃത്വം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ആ നിമിഷം മുതൽ ഇതുവരെ വയനാടിന് അവകാശപ്പെട്ട അടിയന്തര സഹായം കേന്ദ്രം തന്നില്ലെന്നും പ്രതിപക്ഷത്ത് നിന്ന് ടി സിദ്ദീഖും ആരോപിച്ചു. വയനാട്ടിൽ ദുരിതബാധിതരുടെ ചികിത്സയ്ക്കായി സർക്കാർ 5 ലക്ഷം രൂപയാണ് ആകെ നീക്കിവെച്ചതെന്നും ടി സിദ്ദീഖ് പറഞ്ഞു. മറ്റ് മേഖലകളുടെയും ഒക്കെ സഹായത്തോടുകൂടി സർക്കാർ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകേണ്ടിയിരുന്ന സുസ്ഥിര പുനരധിവാസ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ചയും അനാസ്ഥയും കൊണ്ട് അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സർ ഈ പ്രമേയത്തിന് നോട്ടീസ് നൽകേണ്ടി വന്നത്. സർ, കുട്ടികളിലെ ലഹരി വ്യാപനം തടയാൻ സമഗ്ര നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി MB രാജേഷ്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അധ്യാപകർ കുട്ടികളെ നിരന്തരം നിരീക്ഷിക്കുമെന്നും ലഹരി വ്യാപനത്തിന് ഒരു പ്രധാന കാരണം അരാഷ്ട്രീയതയാണെന്നും മന്ത്രി പറഞ്ഞു. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഹിംസയും അക്രമവും ഉണ്ടാവുന്നുണ്ട്. ഇക്കാര്യത്തിൽ ലഹരി ബോധവൽക്കരണ പരിപാടികളിൽ വളരെ ശ്രദ്ധയാണ് സർക്കാർ ചെലുത്തിയിട്ടുള്ളത്. ധാരാളം പദ്ധതികൾ അതിനായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരാഴ്ച മാറ്റിവെക്കുക എന്നതല്ല, തുടർച്ചയായി തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്കൂൾ തലങ്ങളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ജാഗ്രതാ സമിതികളിൽ ഈ വർഷം ഡിസംബറിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാത യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞു. ദേശീയപാതയ്ക്ക് ചരമഗീതം പാടിയവരാണ് UDF എന്നും മന്ത്രി ആരോപിച്ചു. ലോകത്തെവിടെയുമുള്ള മലയാളിക്ക് സന്തോഷിക്കാം. ഇതിനെ എതിർക്കുന്ന ആരും ഒരു തരത്തിലും ഈ നാട് ആഗ്രഹിക്കുന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യം ആകാൻ വേണ്ടി നാട് ആഗ്രഹിക്കുമ്പോൾ അതിനോടൊപ്പമല്ല നിൽക്കുന്നത്. അതുകൊണ്ട്